പിണറായി സർക്കാരിന് പാരയായി വി.ഡി. സതീശന്റെ ചെക്ക്. മദ്യനയവുമായി ബന്ധപ്പെട്ട മിനിക്സ് ഉൾപ്പെടെയുള്ള സകല തെളിവുകളും പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുള്ളത് സർക്കാരിനെയും എക്സൈസ് മന്ത്രിയെയും കുഴപ്പത്തിലാക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താത്തതും ഇഡിയെ ഭയന്നിട്ടാണെന്നും പ്രതിപക്ഷം വിലയിരുത്തുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് മെയ് 21-ന് ടൂറിസം വകുപ്പും ബാർ ഉടമകളും പങ്കെടുത്ത യോഗത്തിന്റെ തെളിവ് തന്റെ പക്കലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എക്സൈസ്, ടൂറിസം മന്ത്രിമാർ വിഷയത്തിൽ നഗ്നമായി കള്ളം പറയുകയാണെന്ന് പറഞ്ഞ സതീശൻ മദ്യനയം സംബന്ധിച്ച സൂം മീറ്റിംഗിന്റെ ലിങ്ക് തനിക്കുണ്ടെന്ന് പറഞ്ഞു. എക്സൈസ് വകുപ്പിനെ മറികടന്ന് മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് ഇടപെട്ടത് എന്തുകൊണ്ടാണെന്ന് വടക്കൻ പറവൂരിലെ MLA-യുടെ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം ചോദിച്ചു. ഈ വിഷയത്തിൽ ടൂറിസം വകുപ്പ് കാണിക്കുന്ന തിടുക്കം എന്താണ്? ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നുവെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ് LDF സർക്കാരിന് സമാനമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്തതെന്ന് അദ്ദേഹം ചോദിച്ചു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തെയും പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു. 1 കോടി രൂപയുടെ പേര് പറഞ്ഞ് KM മാണിയെ രാജിവെപ്പിക്കാൻ ശ്രമിച്ചവർ 25 കോടിയുടെ അഴിമതി മൂടിവെക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. ജനങ്ങളെ മണ്ടന്മാരാക്കിയും പറ്റിച്ചും ജീവിച്ച പിണറായി സർക്കാരിന് ഇത്തവണ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം കുത്തഴിഞ്ഞ കേരള ഭരണത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുവാൻ കോൺഗ്രസ് നേതാവ് ഏതറ്റം വരെയും മത്സരിക്കാൻ തയ്യാറാണ്.